ഇന്ന് നമ്മൾ ചെയ്യുന്നത് iMoviesൽ എങ്ങനെയാണ് ഒരു റിംഗ് ടോൺ നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാണ്. നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് വെച്ചിട്ട് എങ്ങനെയാണ് റിംഗ് ടോൺ ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗാരേജ് ബാൻഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ചിലതിൽ ഡിഫോൾട്ടായിട്ട് ഉണ്ടാകും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോവും. ഇപ്പോൾ ഓഡിയോ റെക്കോർഡർ ഉണ്ട് ഇതിൽ, അതുപോലെ സ്ട്രിങ്സ് ഉണ്ട്, ബാസ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ ഓഡിയോ റെക്കോർഡർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ ഓഡിയോ റെക്കോർഡറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ വരുന്ന പേജിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്രിക്കിൻ്റെ സിമ്പിൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഒരു ലൂപ്പിൻ്റെ സിമ്പിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പേജിലേക്ക് വരും. അതിൽ നമ്മൾ ഫയൽസ് എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് കാണാം ബ്രൗസ് ഫ്രം ദ ഫയൽ ആപ്പ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതിൽ തന്നെ നമ്മൾ ബ്രൗസ് കൊടുക്കുക. അതൊക്കെ ഞാൻ നേരത്തെ ആഡ് ചെയ്ത് വെച്ച ഫയലാണ്. ഈ ബ്രൗസ് ക്ലിക്ക് ചെയ്ത് ബാക്ക് പോകുമ്പോൾ നമുക്ക് ഐഫോണെന്നോ ഐക്ലൗഡെന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫയൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയൽ സെലക്ട് ചെയ്തു. ഇനി അത് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നീക്കുമ്പോൾ നമ്മൾ ഈ പേജിലേക്ക് വരും. അപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സോങ് ഇതാണ്. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിത് എവിടെ വരെ വേണം, എത്ര സെക്കൻഡ്സ് വേണം, ഇപ്പോൾ 7.1 സെക്കൻഡിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഈ ബ്ലൂ ലൈനിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സിസറിൻ്റെ സിമ്പിൾ വരും. അത് നമ്മൾ താഴേക്ക് പുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം തൊട്ട് കട്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം അവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഇത് നമ്മൾ സേവ് ചെയ്യാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡൗൺ ഏരോ ക്ലിക്ക് ചെയ്യുക. അതിൽ മൈ സോങ്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് ഇത് കട്ട് ചെയ്തിട്ടുള്ള സോങ് ഇവിടെ കാണിക്കും. അപ്പം എത്ര സൈസ് ഉണ്ട്, ഫയലിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ ആ ഫയലുമേ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ്, ഇതൊക്കെ വരും. അപ്പോൾ ഞാനിത് റീനെയിം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റിംഗ് ടോണിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. മൈ റിംഗ് ടോണെന്നോ മൈ ഫേവറേറ്റ് സോങ് എന്നോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ അവിടെ റീനെയിം ചെയ്യാം. കാരണം ആ പേരിലായിരിക്കും നമ്മളുടെ സെറ്റിങ്സിൽ റിംഗ് ടോണിൽ ഇത് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ മൈ സോങ് ടോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അതിൽ റിംഗ് ടോൺ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ വരും. റൈറ്റ് സൈഡിൽ മുകളിൽ വരും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ റിംഗ് ടോൺ എക്സ്പോർട്ടായി. ഇനി നമുക്കത് നമ്മളുടെ സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ സെലക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളുടെ റിംഗ് ടോൺ ഇപ്പം മാറിയിട്ടുണ്ട്. നമ്മൾ സെറ്റിങ്സിൽ പോവുകയാണ്. അതായത് ഹോം പേജിൽ പോയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അതിൽ റിംഗ് ടോൺ എന്ന് ഒന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇതാ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈ സോങ് ടോൺ എന്നുള്ളത് ടിക്കായിട്ട് വന്നിട്ടുണ്ട്. അതായി നമ്മൾ ഡിഫോൾട്ട് റിംഗ് ടോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഫോർമേറ്റീവ് ആണെന്ന് കരുതുന്നു.